أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم صل على محمد وعلى آل محمد وبارك وسلم إنك حميد مجيد. അഭിവന്യ യോഗാധ്യക്ഷൻ മലപ്പുറം ജില്ലാ നായിബ് അമീർ CK മുഹമ്മദ് ഷരീഫ് സാഹിബ്, മുൻ പ്രഭാഷകനും മലപ്പുറം ജില്ലയുടെ മുബല്ലിഗ് ഇൻചാർജുമായ ബഹുമാനപ്പെട്ട മൗലവി ഷബീൽ അഹമ്മദ് സാഹിബ്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹാദരങ്ങൾ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സന്താന ശിക്ഷണം, രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വങ്ങൾ, ഖലീഫത്തുൽ മസീഹിന്റെ ഉപദേശങ്ങളുടെ വെളിച്ചത്തിൽ ഇതാണ് എൻ്റെ വിഷയം. ആധുനിക ലോകത്ത് മനുഷ്യരൊക്കെ ബന്ധങ്ങളെ വിരൽത്തുമ്പിലൊതുക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പരസ്പരം അടുപ്പിക്കുന്ന വാക്കുകളും ഒന്നിച്ചിരുത്തുന്ന സദസ്സുകളുമൊക്കെ കുറഞ്ഞു വരികയാണ്. ആർക്കും തന്നെ ആരുടെയും കാര്യങ്ങൾ കേൾക്കുവാനോ ശ്രദ്ധിക്കുവാനോ ഒന്നും സമയമില്ല. എന്തിനേറെ ഇവിടെ ഇരിക്കുന്ന പലരും നന്നായിട്ട് ഉറങ്ങിയിട്ട് തന്നെ എത്ര കാലമായി, സമയമില്ല. നമ്മുടെ സന്താനങ്ങൾ അല്ലാഹു നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്തുകളാണ്. അവരെക്കുറിച്ച് പരലോകത്ത് ചോദിക്കപ്പെടുന്നതാണ്. അവരെ പരിലാളിച്ച് പരിപാലിച്ച് സൂക്ഷ്മതയും ഉത്തരവാദിത്വ ബോധവും പുലർത്തിക്കൊണ്ട് ജീവിക്കുന്നില്ല എങ്കിൽ ഭാവിയിൽ ഭയാനകമായിട്ടുള്ള അവസ്ഥകൾ സംജാതമാകുന്നതാണ്. കാരണം ആധുനിക ലോകത്ത് സുഖിപ്പിക്കുകയും രസിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണിന്റെയും ഇന്റർനെറ്റിന്റെയും മുന്നിൽ തങ്ങളുടെ കണ്ണും കാതും കരളും പണയം വെച്ചുകൊണ്ടാണ് നമ്മുടെ മക്കളൊക്കെ ഇന്ന് കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാം അഹമ്മദിയത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശത്തെ ലോകത്ത് ജീവിച്ചിരിക്കുന്ന സകലമാന ജനങ്ങളിലേക്കും എത്തിക്കേണ്ട ഭാരിച്ച ഉത്തരവാദിത്വം ഭാവിയിൽ വരാൻ പോകുന്ന നമ്മുടെ മക്കളുടെ ശിക്ഷണ കാര്യത്തിൽ നാം ആലസ്യത്തിലാണെങ്കിൽ പാടില്ല. സഹോദരന്മാരെ, നാം സടകുടഞ്ഞ് ഉണരേണ്ടിയിരിക്കുന്നു. നമ്മുടെ റൂട്ട് തെറ്റിയിട്ടുണ്ട് എങ്കിൽ നാം അത് ശരിയാക്കേണ്ടിയിരിക്കുന്നു. നാം രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മെ പടച്ച് ഈ ലോകത്തേക്ക് വിട്ട നമ്മുടെ പടച്ച തമ്പുരാൻ
നമ്മോടൊരിക്കലും തന്നെ ഈ ദുനിയാവിന് വേണ്ടി ഊണും ഉറക്കവും ഉപേക്ഷിച്ചുകൊണ്ടും കടമകളും ഉത്തരവാദിത്വങ്ങളും മറന്നുകൊണ്ടും വിസ്മരിച്ചുകൊണ്ടും നിങ്ങൾ കഷ്ടപ്പെടുവീൻ എന്നൊന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് ഈ വാനലോകത്ത് പറക്കുന്ന പറവകൾക്കും വനാന്തരങ്ങളിലെയും സമുദ്രാടിത്തട്ടിലെയും ലക്ഷോപലക്ഷം ജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവൻ ഞാനാണ് എന്നും, അതുകൊണ്ട് മനുഷ്യരെ നിങ്ങൾ എന്തിന് അതിനു വേണ്ടി ആവലാതിപ്പെടുന്നു, അങ്ങനെ നിങ്ങളുടെ ലക്ഷ്യം തെറ്റിക്കരുതേ എന്നും, ആഗ്രഹങ്ങൾ പെരുത്ത് ലക്ഷ്യം മറന്ന് ജീവിക്കരുത് എന്നും, ആവശ്യങ്ങളെ പരിഗണിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്കൊക്കെയുമുള്ള സാധന സാമഗ്രികൾ ഞാൻ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നും വ്യക്തവും കൃത്യവുമായി പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മോട് താക്കീർ ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് സന്താനങ്ങളെ കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷ നാം അഹമ്മദികൾ ചിന്തിക്കേണ്ടതുണ്ട്. കുറെ ഭൗതിക ഡിഗ്രികളാണോ, എന്നിട്ട് പണം സമ്പാദിക്കുന്ന മിഷനുകളാണോ, അതിലും കൺകുളിർമ കണ്ടെത്തുന്ന ധാരാളം രക്ഷകർത്താക്കളുണ്ട് എന്ന് ഖലീഫത്തുൽ മസീർ റാബി റഹ്മഹുല്ല ഒരിക്കൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പറഞ്ഞത്, ഒരുപാട് മാതാപിതാക്കളുണ്ട്, അവർ തങ്ങളുടെ മക്കളിൽ നിന്ന് കൺകുളിർമ പ്രാപിക്കുന്നവരാണ്. അതെങ്ങനെയാണ്? മക്കൾ അവർ എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളട്ടെ, എങ്ങനെ വേണമെങ്കിലും ജീവിച്ചു കൊള്ളട്ടെ, എത്ര ഫാഷനബിൾ ആയിട്ടും നടന്നുകൊള്ളട്ടെ, ഏത് നിരർത്ഥകമായിട്ടുള്ള വ്യർത്ഥമായ പ്രവർത്തനങ്ങളിലും അവർ വ്യാപൃതരായിക്കൊള്ളട്ടെ, എന്റെ പണം, എന്റെ ശരീരം, എന്റെ സ്വാതന്ത്ര്യം എന്ന കാഴ്ചപ്പാട് പോലെ. എന്നാൽ അവർ ഭൗതികമായി നന്നായി പഠിച്ചാൽ മതി, ഭൗതികം ധാരാളം സമ്പാദിച്ചാൽ മതി, എങ്കിൽ അവർ ഞങ്ങളുടെ കണ്ണിന് കുളിർമയാണ് എന്ന് വിചാരിക്കുന്ന രക്ഷകർത്താക്കളെ കുറിച്ച് ഖലീഫത്തുൽ മസീർ റാബി റഹ്മഹുല്ല പറഞ്ഞു, അവർ എങ്ങനെ മുത്തക്കീങ്ങളാകുവാനാണ് ആ മക്കൾ. ഖാമിസ് പറഞ്ഞത്, മക്കൾക്ക് ഭൗതികമായ സ്ഥാനമാനങ്ങൾ ലഭിക്കണമെന്നും വളരെയധികം സ്വത്തുക്കളുടെയും സമ്പത്തുകളുടെയും ഉടമകളാകണമെന്നും അതിനായിട്ട് കൈക്കൂലി, പലിശ പോലെയുള്ള ഇടപാടുകൾ വാങ്ങിയിട്ടും കൊടുത്തിട്ടാണ് എങ്കിലും, ഏത് നെറുകെട്ട പ്രവർത്തനങ്ങളിലൂടെയാണ് എങ്കിലും അതൊന്നും കുഴപ്പമില്ല എന്ന് കരുതുന്നവർ എങ്ങനെ മുത്തക്കീങ്ങളുടെ ഇമാമായി തീരുവാനാണ്? അതുകൊണ്ട് നാം അഹമ്മദികൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാക്കുകളെ അവിടെ നിന്ന് പറഞ്ഞു, ഈ ജമാഅത്ത് ഉണ്ടാക്കിയത് ഭൗതികതയിലും സമ്പത്തിലും പുരോഗതി പ്രാപിച്ചുകൊണ്ട് സുഖകരമായ ജീവിതം നിങ്ങൾക്ക് നൽകുവാനല്ല എന്ന് പറഞ്ഞ ആ വാക്കുകളെ ആദ്യം ഓരോ അഹമ്മദികളും തങ്ങളുടെ ഹൃദയത്തിൽ കുടിയിരുത്തേണ്ടതാണ്. ഇന്നലെ ഹുസൂർ തിരുമനസിന്റെ ദിസ് വീക്ക് വിത്ത് ഹുസൂർ എന്ന് പറയുന്ന പരിപാടി എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും വെളുപ്പിന് തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇന്നലെയും വന്നിരുന്നു. ആ പരിപാടിയിൽ USA-യിലെ രക്ഷിതാക്കൾ, അവിടുത്തെ ഖാദിമീങ്ങളുമായിട്ടുള്ള ഹുസൂറിന്റെ മുലാഖാത്തും അവരുടെ ആശങ്കകളും അതിനുള്ള പരിഹാരങ്ങളും ഹുസൂർ നിർണയിക്കുന്ന കാര്യങ്ങൾ അതിൽ പരാമർശിക്കുകയുണ്ടായി. അതിൽ എന്നല്ല, ഞാൻ കൂടുതലും ശ്രദ്ധിക്കാറുണ്ട്. ഹുസൂർ തിരുമനസിന്റെ ദിസ് വീക്ക് വിത്ത് ഹുസൂർ എന്ന് പറയുന്ന, അത് ഭാരവാഹികളുമായാണെങ്കിലും സ്ത്രീകളുമായാണെങ്കിലും പുരുഷന്മാരുമായാണെങ്കിലും നടത്തുന്ന അധിക ചോദ്യോത്തരങ്ങളിലും മക്കളെ കുറിച്ച്, തങ്ങളുടെ സന്താനങ്ങളെ കുറിച്ച്, അവരുടെ ഭാവിയെ കുറിച്ച് എല്ലാവർക്കും ആശങ്കയാണ്. ഖിലാഫത്താകുന്ന തണലിൽ അവർ വന്ന് അഭയം പ്രാപിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട ഹുസൂറെ, ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചു, ഇന്ന് ഈ പാശ്ചാത്യ സംസ്കാരം വിളയാടുന്ന സാഹചര്യത്തിൽ മക്കളിൽ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം ഞങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്?
അവർക്ക് വിനയവും സൗമ്യതയും നന്ദിയുമുള്ളവരായി അവരെ എങ്ങനെയാണ് ഞങ്ങൾ വളർത്തിയെടുക്കേണ്ടത്? ഹുസൂർ പറഞ്ഞു, അതിന് നിങ്ങളിൽ ആദ്യം മാറ്റം വരുത്തുക. നിങ്ങൾ മാതൃകയായി മാറുക. അള്ളാഹുവിനെയും അവന്റെ കൽപ്പനകളെയും കുറിച്ച് ശരിയായ അവബോധം നിങ്ങളിൽ സൃഷ്ടിച്ചെടുക്കുക. എന്നിട്ട് നിങ്ങളുടെ മക്കൾക്കത് പകർന്നു കൊടുക്കുക. നാം മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ, ഈ കാലത്തിന്റെ യുഗപുരുഷനെ എന്തിനാണ് വിശ്വസിച്ചത് എന്നും ഏറ്റവും കൂടുതൽ അതുകൊണ്ട് തന്നെ ഇസ്ലാമിക കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കേണ്ടവർ നാമാണ് എന്നും ലോകത്തിന് മാതൃകയാകേണ്ട നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുമൊക്കെയുള്ള പാഠങ്ങൾ ജീവിത മാതൃകയിലൂടെ നിങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുക. നാം സൽസ്വഭാവം പഠിക്കേണ്ടത് പ്രവാചക ശിരോമണിയുടെ അധ്യാപനങ്ങളും ജീവിത മാതൃകകളെയും പിൻപറ്റിക്കൊണ്ടാണ് എന്നും അവിടെ നിന്നും വിനയവും നന്ദിയും നിങ്ങൾക്ക് പഠിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് എന്നും സകലവും നൽകിയ സൃഷ്ടാവിനെ മറക്കരുത് എന്നുമുള്ള പാഠം നിങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുക. നാം ഒരിക്കലും തന്നെ ദുനിയാവിന്റെ പിറകെ പോകേണ്ടവരല്ല എന്നും മറിച്ച് ലോകത്തെ നമ്മുടെ പിറകിലേക്ക് കൊണ്ടുവരേണ്ടവരാണ് എന്നുമുള്ള ബോധം നാം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുക. അതിനുവേണ്ടി രക്ഷകർത്താക്കൾക്ക് ഒരുപാട് പണിപ്പെടേണ്ടി വരും, പണിയെടുക്കേണ്ടി വരും, ഒരുപാട് ത്യാഗങ്ങൾ വരിക്കേണ്ടി വരും എന്നും ഹുസൂർ പറയുകയുണ്ടായി. സഹോദരന്മാരെ, 10-11 വയസ്സ് പ്രായമാകുമ്പോഴാണ് നമ്മുടെ കുട്ടികളുടെയൊക്കെ അഭിരുചിയും അതുപോലുള്ള ചിന്തകളുമൊക്കെ ഉരുത്തിരിയുന്നത്, മാറുന്നത്. ഏതിന്റെയെങ്കിലും ഫാനാകണം എന്ന ചിന്ത അപ്പോഴാണ് ഉണ്ടാകുന്നത്. ആ പ്രായത്തിൽ അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 വയസ്സാകുമ്പോൾ നമസ്കാരത്തിന്റെ കാര്യത്തിൽ കൃത്യനിഷ്ഠ പാലിക്കണമെന്ന് മക്കളെ പ്രത്യേകം താക്കീർ ചെയ്തുകൊണ്ട് കണിശതയോടുകൂടി അവരെ ബോധവൽക്കരിക്കണമെന്നും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ പ്രായത്തിൽ നാം നമ്മുടെ കുട്ടികൾക്ക് നൽകേണ്ട ഫാൻ അത് നമ്മുടെ പ്രിയപ്പെട്ട ഇമാമിനെയും പ്രിയപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെയും ആയിരിക്കണം. ആ രീതിയിലേക്ക് അവരുടെ വീക്ഷണകോണുകൾ നാം കൊണ്ടുവരികയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മക്കൾക്ക് ശരിയായ രീതിയിലുള്ള ശിക്ഷണം കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ അവർ ഈ ചെന്ന് കാണുന്ന അവരുടെ കൂട്ടുകാരിൽ നിന്നും അവരുടെ സുഹൃത്ത് വലയത്തിൽ നിന്നും ഈ അന്തരീക്ഷത്തിൽ നിന്നും അവർക്ക് ലഭിക്കുന്ന ആരെയെങ്കിലും ഒക്കെ ഫാനുകളാക്കി മാറ്റുകയും അങ്ങനെ അത് വളരെ ഭയാനകരമായ റിസൾട്ട് പിന്നീട് കൊണ്ടുവരികയും പിന്നീട് നിലവിളിച്ചിട്ടും അപലപിച്ചിട്ടും യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല എന്ന് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മഹുല്ല വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ അവിടെ നിന്ന് പറഞ്ഞത്, സമയം വളരെ അതിക്രമിച്ചതിന് ശേഷമാണ് പല മാതാപിതാക്കളും കണ്ണു തുറക്കുന്നത്. തങ്ങളുടെ കഴിവിന്റെ പരിധി അപ്പോഴേക്കും അതിക്രമിച്ചു പോയിട്ടുണ്ടാവും. മക്കളുടെ ജീവിത രീതിയും സംസ്കാരവും വേഷഭൂഷാദികളും അവരുടെ താല്പര്യങ്ങളും എല്ലാം മാറിയിട്ടുണ്ടാകും. പിന്നീട് ഈ പ്രവണതയും അഭിരുചിയും വളരെ നീചവും തരം കെട്ടതുമാണ് എന്നും ഉത്കൃഷ്ട ഗുണവിശേഷങ്ങൾക്ക് പകരമായി നികൃഷ്ടമായി എന്ത് നിലപാടാണ് മകളെ നീ സ്വീകരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് തിരുത്തുവാനുള്ള ചങ്കൂറ്റം മാതാപിതാക്കൾക്ക് ഇല്ലാതായി മാറുന്നു. അങ്ങനെ അവരുടെ മക്കൾ പുറത്തു കാണുന്ന സംസ്കാരത്തിൽ ആകൃഷ്ടരായും കൊണ്ട് അതിൽ പ്രഭാവിതരായും കൊണ്ട് തീരുകയും അങ്ങനെ അതിൽ അവർ ലയിക്കുകയും ജീവിതം അവരുടെ തുലഞ്ഞു പോവുകയും ചെയ്യുന്നു. എന്നാൽ മകനെ, എന്ത് തരത്തിലുള്ള ആഭാസകരമായ പാന്റാണ് നീ ധരിച്ചിരിക്കുന്നത്? നിന്റെ മുടിയുടെ കോലം എന്താണിത്? നിനക്കെന്താ ഭ്രാന്തായി പോയ മകനെ? എത്ര വെറുപ്പിക്കുന്ന കോലമാണ് നിന്റെ എന്ന് ചങ്കൂറ്റത്തോടുകൂടി പറയുവാൻ, ഉപദേശിച്ചു നേരാക്കുവാനുള്ള ആ കഴിവ് രക്ഷകർത്താക്കൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഇനി പെൺമക്കളാണെങ്കിൽ അവരുടെ കൺമുമ്പിൽ വെച്ച് തന്നെ പറന്നുയരുവാൻ ശ്രമിക്കുകയാണ്. ഏറ്റവും ഇടുങ്ങിയ ജീൻസ് ധരിക്കുന്നു, മുടിയുടെ കോലം വെട്ടിമാറ്റുന്നു, വികൃതമാക്കി വെട്ടിമുറിക്കുന്നു, തന്റെ ഇഷ്ടാനുസരണം എവിടെ വേണമെങ്കിലും ചുറ്റിക്കറങ്ങി സഞ്ചരിച്ചു വരുന്നു. ഇന്നാണെങ്കിൽ നമുക്കറിയാം, പാതിരാ നേരം വരെയുള്ള ചാറ്റിങ്ങും
വൃത്തികെട്ട ഗെയിമുകളും അതുപോലുള്ള പരിപാടികളും. ഹുസൂർ പറയുകയുണ്ടായി, ചില രക്ഷകർത്താക്കൾ എനിക്കെഴുതുന്ന വളരെ വേദനാജനകമായ കത്തുകളിൽ, ഹുസൂറെ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഞങ്ങളുടെ മകൾ ഒരു ക്രിസ്ത്യാനിയുടെ കൂടെ പോയിരിക്കുകയാണ്, അവനെ പോയി വിവാഹം കഴിച്ചിരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞ് വിലപിക്കുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഹുസൂർ പറയുകയാണ് വളരെ വിരളമാണ് എങ്കിലും ഇത് വെളുത്ത തുണിയിൽ തെളിഞ്ഞു കാണുന്ന കറയും കളങ്കവുമാണ്. അതിനുശേഷം മാതാപിതാക്കൾ ഞങ്ങൾ നിരാലംബരാണ്, ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് മാപ്പ് നൽകണം എന്നൊക്കെ പറഞ്ഞ് കത്തെഴുതുവാനും തുടങ്ങുന്നു. ഹുസൂർ പറയുന്നു, അത്തരം മാതാപിതാക്കളോട് ഞാൻ കൊടുക്കുന്ന മറുപടി, ഇപ്പോൾ നിങ്ങൾ എനിക്ക് കത്തെഴുതി മാപ്പ് ചോദിച്ചിട്ട് എന്താണ് കാര്യം? നിങ്ങൾ അള്ളാഹുവിനോട് പോയി മാപ്പ് ചോദിക്കുവിൻ. ഇതൊക്കെ നിങ്ങൾ ആരംഭം മുതൽ തന്നെ ശ്രദ്ധിച്ചില്ല, അള്ളാഹുവിനെ മറന്ന് തോന്നിയതുപോലെ ജീവിക്കാൻ വിട്ടു എന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ഹുസൂർ പറയുകയുണ്ടായി. ഇസ്ലാമിന്റെ കൽപ്പന എന്താണ്? അന്യ പുരുഷനുമായി അന്യ സ്ത്രീയുമായി നോക്കാനോ ചങ്ങാത്തം കൂടാനോ കൊഞ്ചിക്കുഴയുവാനോ ഒരിക്കലും അനുമതി നൽകുന്നില്ല. അതെല്ലാം വ്യഭിചാര ഗണത്തിൽപ്പെടുന്നതായിട്ട് പരിചയപ്പെടുത്തുമ്പോൾ ധിക്കാരപൂർവമായ പെരുമാറ്റത്തിലൂടെ വഴിതെറ്റിപ്പോവുകയാണ് എന്ന് ഹുസൂർ പറയുന്നു. ഇത് ഭക്തിസാന്ദ്രമായ ഭവനങ്ങളിൽ പോലും ഇന്ന് കടന്നുകൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയായി മാറിയിരിക്കുകയാണ്. ഇതിനുള്ള പ്രതിവിധിയായി ഹുസൂർ പറയുന്നത്, നാം തിരിഞ്ഞു നടക്കണം, നാം തിരുത്തണം, നാം ദുആ ചെയ്യണം, നമ്മുടെ വിശ്വാസത്തെ പുതുക്കണം. എന്ന് മസീഹ് അലൈഹിസ്സലാം പറഞ്ഞതുപോലെ ദജ്ജാലിന്റെ പ്രഭാവവും ദജ്ജാലിന്റെ ഭീതിയും അല്ലാഹുവേ എന്റെ മക്കളിലേക്ക് വരരുതേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ ഹൃദയം തട്ടി ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുന്ന രക്ഷകർത്താക്കളായി മാറണം. അള്ളാഹുവിനോടുള്ള സ്നേഹം, അള്ളാഹുവിനോടുള്ള ഭയം, പരലോക ചിന്ത, മരണാനന്തര ജീവിതം അവരുടെ മനസ്സുകളിൽ കുറിച്ചു കൊടുക്കണം. മസീഹ് മൗദ് പറഞ്ഞു, വത്തഖുല്ലാഹ് വയുഅല്ലിമുക്കുമുല്ലാഹ്, അള്ളാഹുവിനെ ഭയക്കുക, അള്ളാഹുവിനെ ഭയക്കുക എന്ന് പഠിപ്പിക്കുക. വയുഅല്ലിമുക്കുമുല്ലാഹ്, ബാക്കി കാര്യങ്ങളൊക്കെ അള്ളാഹു പഠിപ്പിച്ചുകൊള്ളും എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് മക്കളെ ശരിയായ ബോധമുള്ളവരാക്കി വളർത്തുക എന്നുള്ളത് അഹമ്മദി രക്ഷകർത്താക്കളുടെ നിർബന്ധമായിട്ടുള്ള കടമയാണ്. ഖലീഫത്തുൽ മസീഹ് സാനി ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ഒരു പിതാവിന് 3 മക്കളുണ്ടായിരുന്നു. ആ 3 മക്കളുടെ കൈകളിലും ഓരോ കത്തിയും ഓരോ മൃഗത്തെയും കൊടുത്തുകൊണ്ട് പറഞ്ഞു, ആരും കാണാത്ത സ്ഥലത്ത് പോയി നിങ്ങൾ ഇവയെ അറുത്തിട്ട് വരിക. 2 പേര് അറുത്തിട്ട് വന്നു, ഒരാൾ അറുക്കാതെയും വന്നു. ഒരാൾ പറഞ്ഞു, അറുത്തതിൽ ഒരാൾ പറഞ്ഞു, ഞാൻ വനത്തിൽ പോയി ഒരു മനുഷ്യനുമില്ലായിരുന്നു, അവിടെ പോയി അറുത്തിട്ട് വന്നതാണ്. മറ്റാൾ പറഞ്ഞൊരു ഗുഹ കണ്ടു, ഗുഹന്റെ ഉള്ളിൽ ആരും തന്നെയില്ല, ഞാൻ അവിടെ അറുത്തിട്ട് വന്നതാണ്. വേറൊരാൾ പറഞ്ഞു, ഞാൻ എവിടെ പോയപ്പോഴും അവിടെയൊക്കെ ഒരു മുഖത്തെ ഞാൻ കണ്ടു, സർവ്വലോക സൃഷ്ടാവായ അള്ളാഹുവിന്റെ മുഖത്തെ ഞാൻ കണ്ടു, അതുകൊണ്ട് എനിക്ക് ആരും കാണാത്ത ഒരു ഇടം ഈ ഭൂമിയിൽ കിട്ടിയില്ല, അതുകൊണ്ട് എനിക്ക് അറുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു കൊണ്ടുവരികയുണ്ടായി. ഇത്തരത്തിലൊരു വിശ്വാസമാണ്. എന്ത് ചെയ്താലും അത് രഹസ്യമായും പരസ്യമായും പാറയ്ക്കുള്ളിലോ വനാന്തരങ്ങളിലോ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചാലും മക്കളെ കാണുന്നവനൊന്നുണ്ട്. ആകാശത്തിന്റെ അനന്തതയിൽ ഈ CCTV വെച്ചുകൊണ്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പരിപാലകനായ അള്ളാഹു ഒന്നുണ്ട് മക്കളെ എന്നുള്ള ബോധം, ഇതാണ് മക്കളുടെ ഹൃദയത്തിൽ ആദ്യമായി നാം ഇട്ടുകൊടുക്കേണ്ടത്. അതായത് മകനെ, മകളെ, നിന്നെ സൃഷ്ടിച്ചത്, നിന്റെ പാതാളം വരെ അറിയുന്നത്, നിനക്ക് മുകളിലുള്ളതും നിനക്ക് താഴെയുള്ളതും സൃഷ്ടിച്ചത് ദാലികുമുല്ലാഹു റബ്ബക്കും, അവനാണ് നിന്റെ റബ്ബ് എന്ന ബോധം. അതാണ് ഏറ്റവും വലിയവൻ, അവനാണ് ഏറ്റവും വലിയവൻ, അവന്റെ നിയന്ത്രണത്തിലാണ് സകലതും. നീ നിന്റെ ആഗ്രഹമോ മോഹമോ അല്ല, നീ ആകൃഷ്ടമായ സൗന്ദര്യങ്ങളിലല്ല, നിനക്ക് വലുതായി തോന്നിയ ഒന്നിലുമല്ല, നിന്റെ മുന്നിൽ കാണുന്ന സൗകര്യമുള്ളവനിലോ സമ്പത്തുള്ളവനിലോ പ്രതാപമുള്ളവനിലോ അല്ല വലുതെന്ന് പറയുന്നത് അല്ലാഹു അക്ബർ.
5 നേര നമസ്കാരങ്ങളിലും പള്ളികളുടെ മിനാരങ്ങളിൽ നിന്നും ഒരു കുട്ടി ജനിച്ചാൽ ഉടൻ തന്നെയും അല്ലാഹു അക്ബർ എന്ന ശബ്ദം, ആ ശബ്ദമായിരിക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ മക്കളെ പിടിച്ചു നിർത്തുവാൻ, അഹമ്മദിയത്തിന്റെ ആ തണലിൽ, ഖിലാഫത്തിന്റെ അനുഗ്രഹീയ തണലിൽ പിടിച്ചു നിർത്തുവാൻ ഒരേ ഒരു ആയുധമായിട്ട് ഇന്ന് ഉള്ളൂ. അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഖലീഫത്തുൽ മസീഹ് ഖാമിസ് പറഞ്ഞു, നമ്മുടെ മക്കൾ ജനിച്ചതും ABCD അല്ല പഠിപ്പിക്കേണ്ടത്. നമ്മുടെ മക്കൾ ജനിച്ചതും ആ കുട്ടികൾ വായിക്കാനും പഠിക്കാനും തുടങ്ങുന്ന പ്രായത്തിൽ സൂറ ഇഖ്ലാസ് പഠിപ്പിച്ചു കൊടുക്കുക. ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക മകനെ, പറയ് മകളെ, ഹുവല്ലാഹു അഹദ്, നമ്മുടെ സൃഷ്ടാവ് അല്ലാഹു ഏകനാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബി ഇബ്നു അബ്ബാസിനോട് പറയുകയുണ്ടായി, യാ ബുനയ്യ ഇഹ്ഫദ് ലില്ലാഹ് യഹ്ഫദുക, അല്ലാഹുവിനെ സൂക്ഷിക്കും മകനെ, അല്ലാഹു നിന്നെ സംരക്ഷിക്കും എന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ഇതാണെന്ന് നമ്മുടെ മക്കളുടെ സംരക്ഷണത്തിൽ, ശിക്ഷണത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. ഹുസൂർ തിരുമനസിന്റെ മകൻ വഖാസ് അഹ്മദ് സാഹിബ് പറയുകയുണ്ടായി, ഞങ്ങൾ ഘാനയിൽ പഠിക്കുന്ന സമയത്ത് ക്രിസ്ത്യൻ സ്കൂളുകളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ യേശു ദൈവപുത്രൻ എന്ന രീതിയിലൊക്കെ പഠിപ്പിക്കാൻ, അത് ഏറ്റുപറയുവാൻ പറയുമ്പോൾ ഞങ്ങൾ നിർബന്ധിതരാകും. ഹുസൂറിനോട് വന്ന് പറയും, ഹുസൂർ പറയും, പരുത്, ദൈവത്തിന്റെ പുത്രനല്ല യേശു, ദൈവത്തിന്റെ പ്രവാചകനാണ് എന്ന് പറയണം, നിങ്ങൾ പറയരുത്. എന്നാൽ ടീച്ചർമാർ സമ്മതിച്ചില്ല. അവസാനം ഹുസൂർ ആ സ്കൂളിൽ പോയി അധ്യാപകരോട് പറഞ്ഞു, എന്റെ മക്കളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കരുത്, ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങളുടെ ആശയം, ഞങ്ങളുടെ ആദർശം, ഞങ്ങളുടെ സൃഷ്ടാവ് അത് സർവ്വലോക സൃഷ്ടാവായ ഏകനായ ദൈവമാണ്, ദൈവത്തിന്റെ വരിഷ്ഠ ദാസന്മാരാണ് പ്രവാചകന്മാർ, യേശു അത്തരത്തിൽ വന്ന ഒരാളാണ് എന്ന് പറയുകയും രാത്രി കിടക്കുമ്പോൾ ഒരു മകളെ അപ്പുറത്തും മകനെ ഇപ്പുറത്തും കിടത്തിക്കൊണ്ട് ഹുസൂർ പഠിപ്പിച്ചു ബിലാലിന്റെ കഥ, സയ്യിദുന ബിലാലിന്റെ കഥ. അഹദ് അഹദ് എന്ന് പറയുന്നതിന് വേണ്ടി കൂടിയ പീഡനങ്ങളും മർദ്ദനങ്ങളും സഹിച്ചുകൊണ്ടും അതിൽ നിന്ന് ഒരിക്കലും പിന്മാറാതെ അടിയുറച്ചു നിന്ന ആദ്യകാല വിശ്വാസികളുടെ കഥ ഹുസൂർ തിരുമനസ് ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ടായിരുന്നു എന്ന് മിർസ വഖാസ് അഹ്മദ് സാഹിബ് പറയുകയാണ്. അത്തരത്തിലുള്ള ആശയങ്ങൾ, അത്തരത്തിലുള്ള മരുന്നുകളാണ് നമ്മുടെ മക്കൾക്ക് നാം ഇന്ന് പകർന്നു കൊടുക്കേണ്ടത്. ഖലീഫത്തുൽ മസീഹ് ഖാമിസിനോട് സ്വിറ്റ്സർലൻഡിലെ ഒരു പിതാവ് ചോദിച്ചു, പ്രിയ ഹുസൂർ, സന്താനങ്ങളുടെ തർബിയത്ത് ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഹുസൂർ പറഞ്ഞു, അതന്നെ, നിങ്ങൾ നിങ്ങളുടെ തർബിയത്ത്, നിങ്ങളുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ സന്താനങ്ങളുടെ തർബിയത്ത് സ്വയമേവ നടക്കുന്നതാണ്. സ്വയം നമസ്കരിക്കുന്നവരായാൽ മക്കൾ അത് കാണും. നിത്യേന ഖുർആൻ പാരായണം ചെയ്യുന്നത് കണ്ടാൽ മക്കൾ അത് കാണും. MTയുടെ മുന്നിൽ ഇരിക്കുന്നത് കണ്ടാൽ മക്കൾ അത് കാണും. വീട്ടിൽ ദീനീ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വെക്കുക, അനുസരണത്തിന്റെ മാതൃക കാണിക്കുക, ദീനീ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. വ്യർത്ഥമായ കളിതമാശകളിലും ഇന്റർനെറ്റിന്റെയും മൊബൈലിന്റെയും തടവറയിൽ തളച്ചിടാതിരിക്കുക. വീട്ടിൽ അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും ജമാഅത്തിനെ കുറിച്ചും ഖിലാഫത്തിനെ കുറിച്ചും മസീഹ് കുറിച്ചും ഒക്കെ ചർച്ചകൾ നടത്തുക, തർബിയത്ത് നടക്കും. മക്കളെ ഒരിക്കലും സംശയദൃഷ്ടിയോടുകൂടി വീക്ഷിക്കരുത്. അവരുടെ കുറ്റങ്ങളുടെയും കുറവുകളുടെയും പിന്നാലെ പോകരുത്. അവരെ വിശ്വാസത്തിലെടുക്കുക. അതിലുപരി പറഞ്ഞാൽ കേൾക്കുന്ന മക്കളാക്കി മാറ്റുക. ഹസ്രത്ത് നവാബ് മുബാറക ബേഗം സാഹിബ റളിയല്ലാഹു തആല അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ അമ്മാജാൻ റളിയല്ലാഹു തആല അൻഹ കുട്ടികളെ, എല്ലാ കുട്ടികളെയും ഉപദേശിക്കുന്ന ഒരു കാര്യമായിട്ട് പറഞ്ഞത് അതാണ്. രക്ഷകർത്താക്കളോട് പറയാറുണ്ടായിരുന്നത്, മക്കളെ പറഞ്ഞാൽ കേൾക്കുന്ന മക്കളാക്കി വളർത്തുക. അപ്പൊ തെറ്റ് വന്നാലും എന്തെങ്കിലും സംഭവിച്ചാലും അവർ തിരുത്തും. പറഞ്ഞുകൊടുത്ത് അവർ കാര്യം മനസ്സിലാക്കും. ഹുസൂറിനോട് മറ്റൊരാൾ ചോദിച്ചു, പാശ്ചാത്യ സംസ്കാരം കൊടികുത്തുന്ന ആധുനിക ലോക സാഹചര്യത്തിൽ ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ ഞങ്ങൾ എങ്ങനെയാണ് മക്കളെ പരിപാലിക്കേണ്ടത്? ഹുസൂർ പറഞ്ഞു, അവിടെയും പറഞ്ഞു, സ്വയം നന്നാവുക. ഏറ്റവും കൂടുതൽ നല്ല മാതൃക കാണിക്കുക. നമ്മൾ അഹമ്മദി ക്യൂ ഹേ, നമ്മൾ എന്തിനാണ് അഹമ്മദിയായത്? നമുക്കും മറ്റുള്ളവർക്കും ഇടയിൽ എന്ത് വ്യത്യാസമാണുള്ളത്?
നാം അഹമ്മദിയായതിനുള്ള കാര്യകാരണങ്ങൾ എന്താണ്? നാം ആരാണ്? മസീഹ് മൗഊദ് എന്തിനാണ് വന്നത്? ഈ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഹുസൂർ പറഞ്ഞു, സന്താനങ്ങളുടെ തർബിയത്ത് രക്ഷിതാക്കളുടെ കരങ്ങളിലാണ്. അവർ സന്താനങ്ങൾക്ക് മുറബ്ബിമാരാകണം. ഒരു ചെടി നട്ടാൽ അതിനെ പരിപാലിക്കുന്ന പോലെ വളവും വെള്ളവും നൽകി, മറിഞ്ഞു വീഴാതിരിക്കാൻ ഊന്ന് നൽകി, വിളകൾ വന്നാൽ ഉടൻ പറിച്ചു കളഞ്ഞ് വന്യജീവികൾ കൊത്തിക്കൊണ്ടുപോകാതിരിക്കാൻ ജാഗ്രത പൂണ്ട് അവ വന്ന് പറിച്ചു കളയാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ച് കാര്യങ്ങൾ നോക്കുന്നത് പോലെ മക്കളെ പരിപാലിക്കേണ്ട ഒരു കാലഘട്ടമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ യുഗം എന്ന് പറയുന്നത്. ഹുസൂറിനോട് ചോദിച്ചു, യുവത്വത്തിൽ എത്തിയ കുട്ടികൾ വഴിതെറ്റി പോകുന്നു ഹുസൂറെ, അതിന് ചാൻസ് ഒന്ന് കൂടുതലാണ്, പറഞ്ഞ കേൾക്കുന്നില്ല മക്കള്, എന്താ ചെയ്യേണ്ടത്? ഹുസൂർ പറഞ്ഞു, കുട്ടികളൊക്കെ 4-5 വയസ്സ് വരെ നിങ്ങളുടെ കൂടെ തന്നെ ആയിരുന്നില്ലേ? എപ്പോഴും നിങ്ങളെ ചുറ്റിപ്പറ്റിക്കൊണ്ടായിരുന്നില്ലേ? നിങ്ങൾ എന്താ ചെയ്തത്? കുട്ടിയല്ലേ, പോട്ടെ, കുഴപ്പമില്ല, അത് കുഞ്ഞല്ലേ, നിങ്ങൾ എന്താണ് അവനെ പഠിപ്പിച്ചു കൊടുത്തത്? ഒന്നുമില്ല. സ്കൂളിൽ പോകുന്ന കാര്യത്തെ കുറിച്ച് പറയുകയുണ്ടായി. സ്കൂളിൽ 365 ദിവസങ്ങളിൽ എത്ര ദിവസം ലീവ് ഉണ്ട്? ഒരു മാസം എത്ര ദിവസം ലീവ് ഉണ്ട്? നമ്മുടെ കേരളത്തിൽ ഓണ ലീവ്, ക്രിസ്മസ് ലീവ്, 2 മാസം വേറെ ലീവ്, അതുകൂടാതെ ശനി ഞായർ ലീവ്, അതുപോലെ മറ്റു ലീവുകൾ അധികവും നിങ്ങളുടെ അടുത്തല്ലേ? നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഹുസൂർ സ്കൂളിൽ ഉള്ള, അത് പുറത്തുള്ള ദിനങ്ങളെക്കാൾ കൂടുതൽ കുട്ടികൾ അകത്താണ്, നിങ്ങളെ ചുറ്റിപ്പറ്റിയാണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് നാം മക്കളുടെ കാര്യത്തിൽ വളരെയേറെ ഹുസൂർ പറഞ്ഞതുപോലെ സമയം കൊടുക്കണം, ത്യാഗം ചെയ്യണം. എവിടെയെങ്കിലും പോയി കളിക്കട്ടെ, ശല്യം ഒഴിവായല്ലോ, എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്, അല്ലെങ്കിൽ ഈ മൊബൈലും കുത്തിയിരുന്നോ, വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുക, മൊബൈൽ എടുത്ത് പിടിച്ചോ, അങ്ങനെയായാലും ഹുസൂർ പറയുന്നു മക്കൾക്ക് നന്മയൊന്നും തന്നെ കിട്ടുകയില്ല, നല്ല കാര്യങ്ങൾ അവരൊന്നും കണ്ട് പഠിക്കാനുമില്ല. അതുകൊണ്ട് നാം സ്വയം അവലോകനം ചെയ്യുക, മക്കൾക്ക് അള്ളാഹുവിനെ കുറിച്ചും അഹമ്മദിയത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുക, നിസാമെ ജമാഅത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുക, എന്ന് ത്യാഗം ചെയ്യുക എന്ന് ഹുസൂർ പറയുകയുണ്ടായി. ചോദിച്ചു ഹുസൂർ, ചില മാതാക്കൾ ഞങ്ങൾക്ക് നിർബന്ധ സാഹചര്യം കൊണ്ട് പുറത്ത് ജോലിക്ക് പോകേണ്ടി വരുന്നുണ്ട്, പണിക്ക് പോകേണ്ടി വരുന്നുണ്ട്, അതുകൊണ്ട് മക്കളുടെ തർബിയത്തിൽ മുഖ്യമായ പങ്ക് വഹിക്കേണ്ടത് മാതാക്കളാണ്, ഞങ്ങൾക്ക് സമയം കിട്ടുന്നില്ല, കാരണം നിർബന്ധ സാഹചര്യമാണ്. ഹുസൂർ പറഞ്ഞു, നിങ്ങൾ നിർബന്ധിതരാണ് എങ്കിൽ നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ മക്കളും ജോലി കഴിഞ്ഞ് അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പായിട്ട് നിങ്ങളും വീട്ടിലെത്തുന്ന രീതിയിലുള്ള ജോലി അന്വേഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അങ്ങനെയല്ല, അത്രയും മജ്ബൂറാണ് എങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും. എന്നിട്ട് മക്കളോട് ജോലി കഴിഞ്ഞ് വന്നതും വീട്ടിൽ മക്കളുണ്ടെങ്കിലും നമസ്കരിച്ച എന്ന് ചോദിക്കേണ്ടി വരും. നീ എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെയാണ് സ്കൂളിൽ നടന്നത്? ഇരുന്ന് ഒരു സുഹൃത്തിനെ പോലെ ഇരുന്ന് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടി വരും, അവർക്ക് സമയം കൂടുതൽ കൊടുക്കേണ്ടി വരുമെന്ന് അത്തരം മാതാക്കളോട് ഹുസൂർ പറയുകയുണ്ടായി. ഒരിക്കൽ ഒരു മാതാവ് ഹുസൂറിനോട് ചോദിച്ചു, ഹുസൂർ, മക്കളുടെ കാര്യത്തിൽ വളരെ വലിയ ആശങ്കയാണ്, ആകുലതയാണ്. ഹുസൂർ പറഞ്ഞു, എന്റെ ഖുതുബകൾ കൃത്യമായി കേൾക്കി, മക്കളുമായി ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കുവിൻ, എല്ലാ കാര്യങ്ങളും മക്കൾ നിങ്ങളോട് വന്ന് തുറന്ന് പറയും തരത്തിൽ നിങ്ങൾ മക്കളുമായി ഒരു ബന്ധം ഉണ്ടാക്കുവിൻ. നിങ്ങൾ അവരുടെ ശരീരത്തെ ഭക്ഷണപാനീയങ്ങൾ കൊണ്ട് പരിപോഷിപ്പിക്കുകയും അവരുടെ അതുപോലെ തന്നെ വസ്ത്രാഭരണങ്ങൾ കൊണ്ട് അണിയിച്ചൊരുക്കുകയും ചെയ്യുന്നത് പോലെ നിങ്ങൾ അവരുടെ മനസ്സിനെ വിജ്ഞാനവും വിശ്വാസവും കൊണ്ട് പരിപോഷിപ്പിക്കുകയും അവരുടെ ആത്മാവിനെ ഭക്തിയുടെ വസ്ത്രം കൊണ്ട് അണിയിച്ചൊരുക്കുകയും ചെയ്യുവീൻ എന്ന് പറയുകയുണ്ടായി. സന്താനങ്ങളുടെ ശിക്ഷണം മാതാപിതാക്കളുടെ കടമ.
എന്ന വിഷയത്തിൽ ഹുസൂർ തിരുമനസ് 26/7/2013 ആ വിഷയത്തിൽ മാത്രം നിന്നുകൊണ്ടൊരു ഖുതുബ നൽകിയിട്ടുണ്ട്. ആ ഖുതുബയിൽ ഹുസൂർ പറഞ്ഞു, സന്താനങ്ങൾക്ക് ഉത്തമ ശിക്ഷണം നൽകുക എന്നത് മാതാപിതാക്കളോടുള്ള കൽപ്പനയാണ്. ഈ ശിക്ഷണ കാര്യത്തിൽ ഒന്നും തന്നെ ഒരു തടസ്സവുമാകാൻ പാടില്ല. അവരെ സമൂഹത്തിലെ ഉത്തമ പൗരന്മാരാക്കി വാർത്തെടുക്കുക എന്നത് മാതാപിതാക്കളുടെ നിർബന്ധ കടമയാണ്. ഇത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ അവരെ വധിക്കുന്നതിന് സമമാണ്. പറഞ്ഞു, ഭർത്താക്കന്മാർ അലസന്മാരാണ് എന്ന് ചില ഭാര്യമാരിൽ നിന്ന് റിപ്പോർട്ട് വരുന്നുണ്ട്. അത് കാരണം അവർക്ക് സ്ത്രീകൾക്ക് ജോലിക്ക് പോകേണ്ടി വരുന്നു എന്നവർ പറയുന്നു. അത്തരം ഭർത്താക്കന്മാരും പിതാക്കന്മാരും അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതാണ്. നിങ്ങളുടെ അലസത കാരണം നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ വധിക്കുന്നവരാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. കുട്ടികളുടെ ശിക്ഷണ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് സമയം കൊടുക്കണം. ജമാഅത്തുമായി അവരെ ബന്ധിപ്പിക്കണം. അവർക്ക് നല്ല ശിക്ഷണം ലഭിക്കും വിധം വീടുകളിൽ അന്തരീക്ഷം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. കുട്ടികളുടെ ശിക്ഷണ ചുമതല സ്ത്രീകളുടെ മേലാണ് എന്ന് പറഞ്ഞ പിതാക്കന്മാർക്കോ അല്ല പിതാവിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ മാതാക്കൾക്കോ ഒഴിഞ്ഞു മാറാൻ ഒരിക്കലും പറ്റുകയില്ല. ഇത് ഇരു കൂട്ടരുടെയും പ്രവൃത്തിയാണ് എന്ന് ഹുസൂർ തിരുമനസ് പറയുകയുണ്ടായി. മക്കളെ കയ്യിൽ പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് നമസ്കാരത്തിന്റെ പരിപാടിക്ക് ഹുസൂറിന്റെ ഖുതുബ കേൾക്കുന്നതിനൊക്കെ കൊണ്ടുവരിക. അവർക്ക് അദബും മര്യാദയും പറഞ്ഞു കൊടുക്കുക. അവരെ ശാഖാ സംഘടനകളുമായി ബന്ധിപ്പിക്കുക. എല്ലാ പ്രവർത്തനങ്ങളിലും ഹൃദയ സാന്നിധ്യം, മനസ്സിന്റെ സാന്നിധ്യത്തോടുകൂടി ചെയ്യുന്നവരാക്കി അവരെ മാറ്റിയെടുക്കുക. ചന്തപ്പണം അവരുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് കൊടുപ്പിക്കുക. തഹ്രീക്ക് ചെയ്ത് വഖഫ് ചെയ്തതൊക്കെ മക്കളുടെ പേരിൽ അവർക്ക് കൊടുക്കുന്നുണ്ടോ ഇല്ലെന്ന് അവർക്കറിയില്ല. അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുക്കണമെന്ന ബോധം അവരുടെ പേരിലുള്ള ചന്ത അവരെ കൊണ്ട് കൊടുപ്പിക്കുക. ദീനിന് ദുനിയാവിനേക്കാൾ മുന്തിക്കണമെന്ന ശീലം അവരുടെ മനസ്സിലിട്ട് കൊടുക്കുക. വിവാഹപ്രായമായാൽ വിവാഹം കഴിച്ചു കൊടുക്കുക എന്ന് പറയുകയുണ്ടായി. വിവാഹപ്രായമായാൽ വിവാഹം കഴിച്ചു കൊടുക്കണം. എന്റെ മകൻ പഠിക്കുകയാണ്, അവളുടെ പഠിത്തം കഴിയട്ടെ. മുസ്ലിം മോദ് പറഞ്ഞു, ഇതെന്റെ മതമല്ല, ഇതെന്റെ രീതിയല്ല, എന്റെ മതമല്ല എന്ന് മുസ്ലിം മോദ് പറഞ്ഞിട്ടുണ്ട്. മക്കൾക്ക് വിവാഹപ്രായമായാൽ അത് നല്ല ബന്ധം വന്നാൽ കഴിച്ചു കൊടുക്കും. അവർക്ക് കുട്ടികൾക്ക് ആൺ സുഹൃത്തും പെൺകുട്ടികൾക്ക് പെൺ സുഹൃത്തും മാത്രമായിരിക്കണം. ദീനിന്റെ അന്തസ്. ഖലീഫത്തുൽ മസീഹ് സാനി മിർസ വസീം മുഹമ്മദ് സാഹിബ് റളിയല്ലാഹു തആല മിർസ വസീം മുഹമ്മദ് സാഹിബ് റഹ്മഹുല്ലാഹയുടെ നിക്കാഹ് 1951 അതുപോലെ തന്നെ അമത്തുൻ നസീർ ബീഗം വേറൊരു മകളാണ്. മകളുടെ ഒക്കെ നിക്കാഹ് റബവയിൽ വെച്ച് ആദ്യ ജലസയിൽ വെച്ച് റബവയിലെ നടത്തുകയുണ്ടായി. അതിൽ പറഞ്ഞു, मैं अपनी लड़कियों का निकाह सिर्फ वाक़िफ़ीन ज़िंदगी से कर रहा हूँ. ഞാൻ എൻ്റെ പെൺമക്കളുടെ നിക്കാഹൊക്കെ വാഖിഫീന ജിന്ദഗികളുമായിട്ടാണ് നടത്തിയിട്ടുള്ളത്. और इस रिश्ता में मेरे लिए सिर्फ यही कशिश थी कि लड़का वाकिफ जिंदगी है. അതിന് എന്നെ ആകർഷിച്ച, എന്നെ സ്വാധീനിച്ച കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അവർ വഖഫ് ജിന്ദഗികളാണ് എന്നുള്ള ഒറ്റ കാരണമാണ് എന്ന് പറയുകയുണ്ടായി. അതാണ് ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുക എന്ന് പറഞ്ഞത്. സമയം എൻ്റെ അധികരിച്ചു തീരാനായിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടിനെ നാം പരിശുദ്ധമാക്കി വെക്കണം. നമ്മുടെ വീടിന്റെ അന്തരീക്ഷത്തെ നാം സംശുദ്ധമാക്കി വെക്കണം. വീട്ടിൽ നമ്മുടെ അഗ്നി ആളി പടർന്നിട്ടുണ്ടെങ്കിൽ, കുടുംബജീവിതം തകർന്നിട്ടുണ്ടെങ്കിൽ, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം മിണ്ടുന്നില്ലെങ്കിൽ, മക്കൾ അസ്വസ്ഥരാണെങ്കിൽ, വീടുകളിൽ വ്യർത്ഥമായ മ്യൂസിക്കുകളും സിനിമകളും ഇടകലരലുകളും അതുപോലെ തന്നെ അങ്ങനെയുള്ള പരിപാടികളാണെങ്കിൽ, ഇരു കൂട്ടരും രണ്ടു ഭാഗത്തേക്കും തിരിഞ്ഞിരുന്ന് മൊബൈലിലും നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, നിസാമെ ജമാഅത്തിനെതിരിൽ ചർച്ചകളും സംസാരങ്ങളും അവിടെ നടക്കുകയാണെങ്കിൽ, ഖലീഫയെ വക്തിനെ കുറിച്ചുള്ള അനാദരപരമായ സംസാരങ്ങൾ നടക്കുകയാണെങ്കിൽ, ചന്ത കൃത്യമായി കൊടുക്കുന്നില്ല എങ്കിൽ, പള്ളിയുമായി ഹൃദയബന്ധമില്ല എങ്കിൽ, ഭൗതിക ലാഭത്തിന് വേണ്ടി എന്ത് നെറികെട്ട മാർഗങ്ങളും സ്വീകരിക്കുകയാണ് എങ്കിൽ, അത്തരം ഭവനങ്ങളിൽ ഒരിക്കലും തന്നെ തർബിയത്ത് നടക്കുകയില്ല എന്ന് കാലത്തിന്റെ ഖലീഫമാരുടെ വാക്കുകളിൽ നമുക്ക് കുറിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ കൂടുതൽ കൊണ്ടുപോകുന്നില്ല. ഇന്ന് ഹുസൂർ തിരുമനസ് പറയുകയുണ്ടായി, 2 കാര്യങ്ങളാണ് നമ്മുടെ മുന്നിൽ വലിയ ചാലഞ്ചുകളായിട്ടുള്ളത്. അതിലൊന്ന്, യുവതയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോക സാഹചര്യം. എങ്ങനെ അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാം?
പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം എന്ന് ഹുസൂർ പറയുകയുണ്ടായി. അത് മുഖേന ചെന്ന് ചാടുന്ന ചതിക്കുഴികൾ. 2 വൈവാഹിക പ്രശ്നങ്ങൾ. പ്രതിവിധി ഹുസൂർ പറഞ്ഞത് നാം ആരാണ്, നാം എന്താണ്, നാം എന്തിനാണ്, നാം ജമാഅത്ത് എന്തിനാണ് എന്ന ബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പെൺകുട്ടികളുടെ ഒരിക്കൽ ഖലീഫത്തുൽ മസീഹ് അവ്വലിനെ കുറിച്ച് നവാബ് മുബാറക്ക ബേഗം സാഹിബ റളിയല്ലാഹു തആല അൻഹ പറയുകയുണ്ടായി. അദ്ദേഹം എപ്പോഴും തന്നെ ചെറുപ്രായത്തിൽ തന്നെ ഞങ്ങളോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറയാറുണ്ടായിരുന്നു. എന്താണ് പറഞ്ഞതെന്നറിയോ? ദേഖോ അല്ലാഹ് തആല കെ ആകെ കോയി ശരം നഹി ഹൈ. അള്ളാഹുവിന്റെ മുന്നിൽ ലജ്ജിക്കേണ്ട ഒരു കാര്യവുമില്ല. തും ഛോട്ടി ജറൂർ ഹോ, നിങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളാണ്. മഗർ ഖുദാ സെ യേ ദുആ കർത്തി രഹാ കരോ कि अल्लाह ताला मुबारक और नेक जोड़ा अता करे. ചെറുപ്രായത്തിൽ തന്നെ അള്ളാഹുവിനോട്, അള്ളാഹുവേ നന്മ നിറഞ്ഞ അനുഗ്രഹീത ബന്ധം, അനുഗ്രഹീത ഒരു തുണ ഞങ്ങൾക്ക് നൽകണേ എന്ന പ്രാർത്ഥന ചെറുപ്രായത്തിൽ തന്നെ പ്രാർത്ഥിക്കണം, ശീലമുണ്ടാക്കണമെന്ന് ഞങ്ങളോട് പറയാറുണ്ടായിരുന്നു. മുബാറക്ക ബേഗം സാഹിബ് പറയുകയാണ്, ഈ ദുആ ഞങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാവി ജീവിതത്തിനുള്ള ഒരു ഖസാനയായി ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് ഈ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയുണ്ടായി. അതായത് കുട്ടികൾ ഇതും പറഞ്ഞിട്ട് ചെറുപ്രായത്തിൽ അങ്ങനെയുള്ള സ്വപ്ന ലോകത്ത് ജീവിക്കാൻ തുടങ്ങുക എന്നല്ല അതിനർത്ഥം, മറിച്ച് അത്തരത്തിലുള്ള പ്രാർത്ഥനാ മനോഭാവം വെച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് അർത്ഥം എന്ന് പറയുകയുണ്ടായി. അതുപോലെ മറ്റൊരു കാര്യമാണ് ഫാമിലി ഫ്രണ്ട്സ്. ഹുസൂറിനോട് ചോദിച്ചു, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എപ്പോഴും എവിടെയും കയറി ചെല്ലാൻ അനുമതിയുള്ള കുറച്ച് കൂട്ടുകാർ, കുറച്ച് ആളുകൾ, മിക്സ്ഡ് ഗാദറിംഗ്. അവർക്കൊരു പർദ്ദയില്ല, തലയിൽ തട്ടവുമില്ല, എവിടെയും വന്ന് ചെല്ല. അവരോട് പോയിട്ട് തർബിയത്ത് വകുപ്പ് പറഞ്ഞാൽ പറയും, അത് നമ്മുടെ മകനെ പോലെയാണ്, അത് അവന്റെ സഹോദരനാണ്, ഒരുമിച്ച് പഠിച്ചവരാണ് എന്നൊക്കെ പറയും. ഹുസൂർ പറയും, ഈ പ്രവണത തന്നെ തെറ്റാണ്. പർദ്ദ എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ആരോടാണ് പർദ്ദ, മറ എന്ന് കൃത്യമായി വരച്ചു കാണിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഖുർആൻ പറഞ്ഞത് കേൾക്കണ്ടേ? ഈ ഫാമിലി ഫ്രണ്ട്സ് എന്ന ചിന്താഗതി തന്നെ തെറ്റാണ്. ഇതൊക്കെ തിന്മ വളർത്താനുള്ള മാർഗങ്ങളാണ്, അള്ളാഹുവിന്റെ കൽപ്പനയുള്ള ധിക്കാരമാണ്. ഫാമിലി ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആണുങ്ങൾ ആണുങ്ങളുമായി, പെണ്ണുങ്ങൾ പെണ്ണുങ്ങളുമായി ഉണ്ടാകട്ടെ, അങ്ങനെ ഇരിക്കട്ടെ. അല്ലാതെ ഇടകലരുന്നിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് നടക്കുക, മുട്ടുക, തട്ടുക, ഇതൊക്കെ ചെറിയ കുട്ടികൾ തമ്മിൽ, 4-5 വയസ്സുള്ള കുട്ടികൾ തമ്മിലാകട്ടെ. ലജ്ജ ഈമാന്റെ ഭാഗമാണ്. ഇതൊക്കെ ഇന്നത്തെ കൾച്ചറാണ് എന്ന് പറയുന്നവരോട് എനിക്ക് പറയുവാനുള്ളത്, ഇത് കൾച്ചറൊന്നുമല്ല, ഇത് മതബോധമില്ലായ്മയാണ്, വിവരക്കേടാണ്, വിവരമില്ലായ്മയാണ്. അതുകൊണ്ട് തർബിയത്ത് വകുപ്പ് കാര്യമായി ശ്രദ്ധിക്കുക എന്ന് ഹുസൂർ പറയുകയുണ്ടായി. ഖലീഫത്തുൽ മസീഹ് ഖാമിസിന്റെ ഒരു ഉദ്ധരണി കൽപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താം, സമയം തീരുകയാണ്. ഖാമിസ് പറയുകയുണ്ടായി, സന്താനങ്ങൾ നന്മ നിറഞ്ഞവരും സൽക്കർമ്മികളും മതബോധമുള്ളവരുമായി തീരുവാൻ അവർക്ക് വേണ്ടി ധാരാളം ദുആ ചെയ്യുക. ഇന്നത്തെ യുഗം ഭൗതികത കൊടികുത്തി വാഴുന്ന യുഗമാണ്. ശൈത്താൻ തന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ആപൽക്കരമായ കാലഘട്ടത്തിൽ നാം നമ്മുടെ മക്കളെ സംരക്ഷിക്കുവാൻ ഉദ്ദേശിക്കുകയും ശൈത്താന്റെ ദുർബോധനത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നാം നമ്മുടെ കുട്ടികളെ കുട്ടിക്കാലത്ത് തന്നെ ഖിലാഫത്തുമായി ബന്ധപ്പെടുത്തുക. കുടുംബ സമാധാനം ഖിലാഫത്തിൻ തണലിൽ. ഖലീഫത്തുൽ മസീഹ് റാബി പറയുകയുണ്ടായി, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് ഒരു തിങ്കളാഴ്ച ദിവസമായിരുന്നു. അന്ന് രാവിലെ മുസ്ലിങ്ങൾ സുബ്ഹി നമസ്കരിക്കുവാനായി പള്ളിയിൽ കൂടിയിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അവർക്ക് വേണ്ടി ഇമാം നിന്നുകൊണ്ട് നമസ്കരിപ്പിക്കുകയായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയുടെ വീടിന്റെ ജനൽ തുറന്ന് സ്വഹാബത്ത് നമസ്കരിക്കുന്നത് കണ്ടുകൊണ്ട് സന്തോഷഭരിതനായിക്കൊണ്ട് ആ മരണവേദനയിലും പുഞ്ചിരി തൂവുകയുണ്ടായി. തന്റെ മരണശേഷം തന്റെ ഉമ്മത്തിന്റെ സ്ഥിതി എന്താകും എന്ന് കരുതി ആ മഹാനുഭവൻ വളരെയേറെ വിഷമിച്ചിട്ടുണ്ടായിരുന്നു. തന്റെ അനുയായികൾക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ട ക്രമവും രീതിയും ചിട്ടയും പ്രാധാന്യവും പറഞ്ഞ് പ്രവർത്തിച്ചും കാണിച്ചും കൊടുത്തിട്ട് തന്റെ വിയോഗാനന്തരം അവർ ഈ നമസ്കാരത്തെയും ആരാധനകളെയും സംരക്ഷിക്കുമോ എന്ന കാര്യത്തിൽ ആ ലോകാനുഗ്രഹി വ്യാകുലചിത്തനായിരുന്നു. എന്നാൽ തന്റെ ജീവിതത്തിന്റെ അന്ത്യാഭിലാഷം പൂർത്തിയാവുന്നത് കാണുവാൻ ആ മരണാവസ്ഥയിൽ തന്റെ വീടിന്റെ മറ നീക്കി നോക്കുകയാണ്. ആ പുണ്യാത്മാവിനെ തന്റെ അനുയായികളുടെ ദൃഢചിത്തതയോടും അള്ളാഹുവിൽ പൂർണ്ണമായും ലയിച്ചു ചേർന്നുകൊണ്ടുള്ളതുമായ അസ്വസ്ഥതയോടെ കൂടിയുള്ള ആ നമസ്കാരം കാണുവാൻ സാധിച്ചപ്പോൾ ആ പുണ്യാത്മാവ് വളരെ ശാന്തനായി സമാധാനത്തോടു കൂടി തന്റെ യജമാനന്റെ സവിധത്തിലേക്ക് യാത്രയാവുകയുണ്ടായി. ഹുസൂർ പറയുന്നു,
അല്ലയോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ദാസന്മാരെ, അന്ത്യനാൾ വരെ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പുഞ്ചിരി തൂകുന്ന മുഖം നിങ്ങളിൽ പതിക്കത്തക്കവണ്ണം നിങ്ങൾ നിങ്ങളുടെ നമസ്കാരത്തെ സംരക്ഷിക്കുക. അവസാന നാൾ വരെ ഞാൻ പഠിപ്പിച്ച രീതിയിൽ ദൈവാരാധന നടത്തുന്ന എന്റെ അനുയായികൾ ഇന്നും ഭൂമുഖത്തുണ്ട് എന്ന് വാനലോകത്തിൽ നിന്നും അള്ളാഹുവിന്റെ തക്ദീറും ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ആത്മാവും സാക്ഷി പറയുമാറാകട്ടെ. അവർ ജീവൻ കൊടുത്തിട്ടായാലും നമസ്കാരം നിലനിർത്തുന്നവരായിരിക്കും. അതിനായി എത്ര മഹത്തായ ത്യാഗം വരിക്കുവാനും അവർ തയ്യാറായിരിക്കും. സന്താനങ്ങളുടെ തർബിയത്തിന് അനിവാര്യമായിട്ടുള്ളത് അവരെ പള്ളിയുമായി ബന്ധിപ്പിക്കുക, 5 നേര നമസ്കാരം മനസ്സാന്നിധ്യത്തോടുകൂടി അനുഷ്ഠിക്കുന്നവരാക്കി മാറ്റുക. നിങ്ങൾ ഹുസൂർ പറയുന്നു, നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പേരിൽ ഞാൻ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, ലോകത്തുള്ള ഒരു ശക്തിക്കും നിങ്ങളെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല. ലോകത്തുള്ള ഒരു ശക്തിക്കും നിങ്ങളെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾ തന്നെയായിരിക്കും വിജയം വരിക്കുക. 16/10/92 ഖുതുബ. എല്ലാ തിന്മയ്ക്കുമുള്ള ഒരേ ഒരു പരിഹാരം, എല്ലാ രോഗങ്ങൾക്കുമുള്ള ഒരേ ഒരു ചികിത്സ ഹുസൂർ പറയുന്നു, അത് നമസ്കാരത്തിലാകുന്നു. ലോകത്തിന്റെ ഇത്തരം സാഹചര്യത്തിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്നും നിങ്ങളും നിങ്ങളുടെ മക്കളെയും സംരക്ഷിക്കാൻ ഇന്ന് ലോകത്ത് നമസ്കാരത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുരിയാതിനാ ഖുറത അയ്യുൻ എന്ന പ്രാർത്ഥന വിശദീകരിച്ചുകൊണ്ട് ഹുസൂർ പറയുകയുണ്ടായി, തഫ്സീർ കബീർ സാനി, മുസ്ലിം ഉമ്മത്തിന് ഈ നാശവും ഈ അപജയവും നിന്ദയും ഒക്കെ ഉണ്ടാകുവാൻ എന്താണ് കാരണമെന്ന് നിങ്ങൾക്കറിയുമോ? അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭരണകൂടങ്ങളൊക്കെ നഷ്ടപ്പെടാനുള്ള കാരണം, ചിന്നിച്ചിതറുവാനുള്ള കാരണം സന്താനങ്ങളുടെ തർബിയത്തിൽ കാണിച്ച അശ്രദ്ധയാണ്. അതുകൊണ്ട് അഹമ്മദികൾ ജാഗ്രത പാലിക്കണം, സന്താനങ്ങൾക്ക് സൽശിക്ഷണം നൽകണം. നിങ്ങൾ മരിച്ച് മണ്ണിനടിയിലായാലും അവിടെയും അതെ, മരിച്ച് മണ്ണിനടിയിലായാലും അവിടെയും അവർ നിങ്ങൾക്ക് കണ്ണിന് കുളിർമയാകണം. മാ ഖബർ മേ സോ രഹി ഹോഗി മഗർ ജബ് ഉസ്കെ ബच्चे സുബഹ की नमाज पढ़ेंगे तो फरिश्ते लिख रहे होंगे कि उस बीबी ने फजर की नमाज पढ़ी. മരിച്ച് മണ്ണിനടിയിൽ കിടക്കുന്ന മാതാവിന്റെ കുഞ്ഞ് സുബഹിക്ക് എഴുന്നേറ്റ് നമസ്കരിക്കുന്നത് മലക്കുകൾ കണ്ടാൽ ഈ മാതാവ് സുബഹിക്ക് എഴുന്നേറ്റ് നമസ്കരിച്ചു എന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ ആ മാതാവിന് വേണ്ടി കുറിക്കുന്നതാണ് എന്ന് ഹുസൂർ പറയുന്നു. इस तरह अगर उसने अपने औलाद को तहज्जुद की आदत डाली होगी और फरिश्ते लिख रहे होंगे कि उसने तहज्जुद की नमाज पढ़ी, यही हाल मर्दों का भी है. തഹജ്ജുദിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് തർബിയത്തിൽ ശ്രദ്ധിക്കുന്ന പിതാക്കന്മാരുടെ കാര്യവും എന്ന് പറയുന്നു. ഞാൻ ചുരുക്കുന്നു, എൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹീതമായ ഈ സമ്മേളനത്തിൽ സംഘടിച്ചിരിക്കുന്ന നമുക്കേവർക്കും തന്നെ ഭാവി തലമുറയുടെ ഭാരിച്ച ഉത്തരവാദിത്വം, ഈ ലോകത്തിന്റെ സംസ്കരണത്തിന് വേണ്ടി എഴുന്നേൽപ്പിച്ചിട്ടുള്ള നമ്മുടെ ഭാവി തലമുറയെ എങ്ങനെ വാർത്തെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് രക്ഷകർത്താക്കളാണ്. പലപ്പോഴും തന്നെ എന്നോടും പലരും പറയാറുണ്ട്, ആശങ്കയാണ്, ആകുലതയാണ് മക്കളെ കുറിച്ച്. നമ്മുടെ കാലം കഴിഞ്ഞാൽ, നമുക്ക് മുമ്പൊരു പൂർവികരുണ്ടായിരുന്നു, ആത്മാർത്ഥപരമായി ജീവൻ വരെ ത്യാഗം കൊടുക്കുവാൻ സമയം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഏത് കാര്യത്തിനും എവിടേക്കും തയ്യാർ. എന്നാൽ ഇന്ന് കുറഞ്ഞു വരുന്നു. അടുത്ത തലമുറ എന്താകുമെന്ന വ്യാകുലതയും ആകുലതയുമാണ്. ദുആ ചെയ്യുക, പരസ്പരം ദുആ ചെയ്യുക, പരസ്പരം സൽമാതൃകകൾ കൊണ്ട് മക്കൾക്ക് മുന്നിൽ ജീവിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഇമാമിയങ്ങൾ നമ്മളോട് പറയുന്നത് തീർച്ചയായിട്ടും കൈവിട്ടു പോവുകയില്ല. സർവ്വലോക രക്ഷിതാവായ അള്ളാഹു വിധിച്ചതാണ് ഇസ്ലാമിന്റെ വിജയം മഹദി ഇമാമിലൂടെ എന്ന്. ഈ ലോകത്തെ ജയിച്ചടക്കേണ്ടത്, ഈ പ്രദേശത്തെ അഹമ്മദിയത്തിന്റെ പതാക പറത്തേണ്ടത് നമ്മുടെ അഹമ്മദി കുട്ടികളാണ്, ഭാവിയുടെ വരദാനങ്ങളാണ്. അവരും മനസ്സിലാക്കുക, വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി അനുസരണമുള്ള മക്കളായി കൊണ്ട് വളരുവാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തആല നമുക്ക് നമ്മുടെ കടമകൾ നിർവഹിക്കുവാനും നമ്മുടെ മക്കൾക്ക് അത്തരത്തിലുള്ള ബുദ്ധി കൊടുക്കുവാനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജസാക്കല്ലാഹ്.